ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഉള്ളത് 7% മതന്യൂനപക്ഷം, ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷം അല്ലെങ്കിൽ ഹിന്ദുക്കൾ എന്ന് വയ്ക്കുക. 6%. ബംഗ്ലാദേശിൻ്റെ നിയമനിർമ്മാണ സഭകളിലും ഉയർന്ന പദവികളിലും 7.5% ഈ പറയുന്ന ഹിന്ദുക്കളുണ്ട്. ഇന്ത്യയിലാകട്ടെ 15% വരും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജനസംഖ്യ. പക്ഷേ ഭാരതത്തിൻ്റെ നിയമനിർമ്മാണ സഭകളിലും കീ പോസ്റ്റുകളിലുമുള്ള ഇസ്ലാം മതവിഭാഗത്തിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 1.5%. അത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് പരിശോധിച്ചാൽ സത്യത്തിൽ കൃത്യമായ മതവിവേചനവും പ്രോസിക്യൂഷനും നടക്കുന്നത് ആരോപിതമായ ബംഗ്ലാദേശിലല്ല, മതേതര ജനാധിപത്യ സ്വതന്ത്ര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായ ഇന്ത്യയിലാണ് എന്ന് തിരിച്ചറിയേണ്ടി വരും. ഇനി ഈ വിഭാഗീയത കാരണം, ഈ വിഭജനം കാരണം ഉണ്ടാകുന്ന അടുത്ത 2ാം ഘട്ട നടപടികൾ എന്താണ് എന്ന് നോക്കാം. ഈ വിഭജനം ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് കൃത്യമായ അസഹിഷ്ണുതയും പരസ്പര സംഘർഷവുമാണ്. ഭാരതത്തിൻ്റെ മതേതര അടിത്തറ ഇല്ലാവുകയും കലാപങ്ങളുടെ ഒരു മരുഭൂമിയായി ഭാരതം മാറുകയും ചെയ്യുമ്പോൾ കൃത്യമായ നിക്ഷേപങ്ങളോ ലോകശ്രദ്ധയോ ഇല്ലാതെ പോകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറും. വളരെയധികം തല ഉയർത്തിപ്പിടിച്ചു നിന്ന ഒരു രാജ്യം ആഭ്യന്തര കലാപങ്ങളുടെ മേൽ അസ്വസ്ഥമാകുമ്പോൾ ആ രാജ്യത്തിനകത്തുള്ള നിക്ഷേപകരുടെ താല്പര്യം നഷ്ടമാവുകയും ഈ രാജ്യത്തിലെ തൊഴിലില്ലായ്മ ക്രമാതീതമായി വർദ്ധിക്കുകയും രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷ അസ്തമിക്കുകയും ചെയ്യും. ഇന്ന് ഈ പൗരത്വ ബിൽ കൊണ്ടുവരുന്ന അധികൃതർ തിരിച്ചറിയേണ്ടത് നാളെ ഇന്ത്യയിലെ അസംഘടിതരോ സംഘടിതരോ ആയ ദശലക്ഷക്കണക്കിന് യുവാക്കൾ വിരൽ ചൂണ്ടാൻ പോകുന്നത് ജാതിയുടെയോ മതത്തിൻ്റെയോ വിവേചനങ്ങളില്ലാതെ നിങ്ങളെ തന്നെയാണ്. ഇതിനെല്ലാം പുറമെ കേവല യുക്തിയിൽ ചിന്തിച്ചാൽ മതേതര ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ അഭയാർത്ഥികളായ മുസ്ലിങ്ങൾക്ക് പൗരത്വമില്ല, പ്രവേശനമില്ല, ക്യാമ്പുകളിലേക്ക് അടയ്ക്കപ്പെടേണ്ടവരാണ് എന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ ഇന്ത്യക്ക് പുറത്ത് ഇസ്ലാമിക രാജ്യങ്ങളടക്കം പ്രവാസികളായി ജോലി ചെയ്യുന്ന നോൺ മുസ്ലിംസായ അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചയക്കുവാൻ ഇസ്ലാം മതാധിഷ്ഠിതമായ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ പ്രളയം പോലെ മടങ്ങിയെത്തുന്ന തൊഴിൽ രഹിതരായ പ്രവാസികളെ കൊണ്ട് വീർപ്പുമുട്ടിപ്പോകുന്ന ഈ രാജ്യത്തെയും പ്രവാസികളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പുതുള്ളികളുടെ ഫലമായി കിട്ടുന്ന നെന്മണികൾ കൊണ്ട് കെട്ടിപ്പറുക്കിയ ഈ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളും പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. അധികൃതർ ഉത്തരം പറയേണ്ടി വരുന്നത് മുസ്ലിങ്ങളോട് മാത്രമല്ല, മുസ്ലിം വിവേചനത്തിൻ്റെ പേരിൽ ഭാവിയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഇന്ത്യയിലെ ഹിന്ദുക്കളോടും ഉത്തരം പറയേണ്ടി വരും, ഇതര മതവിഭാഗങ്ങളോടും ഉത്തരം പറയേണ്ടി വരും അധികൃതർ.